ലവ് ലെറ്റർ ഒക്കെ ഞാൻ കൊടുക്കാം. പക്ഷെ അവളെ ചതിക്കൂലെന്ന് നീ എന്റെ തലത്തോട്ട് സത്യം ചെയ്യണം. ഞാൻ വഞ്ചിക്കും. നീ വഞ്ചിക്ക് പോവില്ലെന്നാ? എടാ ചതിക്കില്ലെന്ന്. നീയാണ് സത്യം. ശരി, എന്റെ കൈ ഒഴിയൂല. ഈ എളിയിലേക്ക് വെച്ചോ. ഇവിടെ ആളത്ര വെടിപ്പല്ലല്ല. അവളെയൊന്നും വഞ്ചിച്ചക്കല്ലേ ദുഷ്ടാ. സരളയുടെ കാര്യം ഓർത്തിട്ടല്ല, എന്റെ തല പൊട്ടി തെറിച്ചു പോകും. അവന്റെ ഒടുക്കത്തെ ഒരു സത്യപ്രതിജ്ഞ. പിന്നെ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞേക്കാം, ലോറൻസേ, സരളയുടെ വീട്ടിലെ ദഹനക്കേട് കൊണ്ട് വലിയൊരു ഛർദി ഉണ്ടാവരുത്. ലോറൻസ് പോ. വല്ലവരും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ ലവാന്ന് വിചാരിക്കും. ലോറൻസ് പോ. അമ്മിണി മോൾട്ടി ചെയ്യാലേന്നോടി. തെങ്ങും പറിച്ചിട്ട് ഓടലട്ട മണി. എന്നിട്ട് കുമാരേട്ടൻ എന്ത് ചെയ്തു? ഞാൻ അവനിട്ട് നല്ല പെട വിളിച്ചു. അതേതായാലും നന്നായി. ഓ യമഹയായിരുന്നാ? ഞാൻ വിചാരിച്ച സ്രാവിനെ തലക്കൊന്നുണ്ടോ വന്ന്. ഈശ്വരാ, ഇതെന്താ തടാകോ? ആരും കണ്ടില്ല. ഓ, അപ്പില് ചവിട്ടിയ പോലെയായി. പ്രിയ സഖി ഗംഗേ പയറു. പറയൂ. അല്ല കുമാരേട്ടാ, ഇവ ശരിക്കും ആണാണ് അതോ പെണ്ണാണ്? എനിക്കത് ചെറുപ്പകാലം മൂലേ തുടങ്ങിയ സംശയം. അല്ല, ആണാണെങ്കിൽ ഈ പ്രായം കുഴപ്പമാണേ. നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയാലോ? ഹേയ്, ഞാൻ ഇടപെട്ടാ ശരിയാകില്ല. അവൻ ചെന്ന് മാലിനോട് പറയും. പിന്നെ അവള് വേണം. നിങ്ങൾ ചെല്ലു. എങ്കി വാടാ, ഇപ്പുറത്തൂടെ പോയി അവൻ അവിടെ വെച്ച് പിടിക്കാം. വസോട്ടാ, വല്ല തുന്നുമ്പോ മീൻ ചാടിപ്പാൻ തൊള്ളയിടണേ. നീ പോടി തന്റെ അപ്പനാ. തന്തനത്താനാ തനത്തന തന്തനത്താനാ ഉയ്യര ഉയ്യാ. നിക്കടാ അവിടെ, അവിടെ നിക്കടാ. ഈ തുറക്കാരുടെ കുറെ കാലായിട്ടുള്ള സംശയമാണ്, നീ ആണാണാ പെണ്ണാണെന്ന്. പോടെ വേളെ, നിനക്കില്ലടാ അമ്മമ്മമാരൊക്കെ. സ്വന്തം സഹോദരയുടെ ആണെങ്കിൽ നീ ഇങ്ങനെയൊക്കെ പെരുമാറോടാ. ഓ, ഞങ്ങളൊന്ന് കണ്ടാ ഇപ്പൊ എന്താ? അങ്ങനെ കാണണമെങ്കിൽ തന്നെത്താൻ പോയി കണ്ണാടി നോക്കടാ ഊളകളെ. വായി നോക്കൽ ഇറങ്ങിയിരിക്കുക മനുഷ്യന്മാരെ വഴിയടക്കാൻ സമ്മതിക്കാത്ത നാറികള്. എന്റെ അടുത്ത് കളിക്കാൻ വന്നിട്ടല്ലോ, ഒറ്റ പിച്ചു തരുട്ടോ ഞാൻ. പട്ടികളെ എന്റെ കുഞ്ഞിനെ അനുഭവിക്ക്. അമ്മേ മോനും കൂടി അനുഭവിക്ക്. പെങ്കൊച്ചുകളില്ലാന്ന് പറഞ്ഞ് വളർത്തിയെടുത്തതല്ലേ. ചത്ത് തലക്ക് മുകളിലിരിക്കുന്ന തള്ളയെടുത്ത് പോയി പരാതി പറ. എനിക്ക് മേല. ഇതിന്റെ പേരിൽ തല്ലാനും കൊല്ലാനും ഒന്നും എനിക്ക് മേല. ഇവൻ ഒരുത്ത കാരണം ജയിലിൽ കിടന്ന് തൊലഞ്ഞത് എന്റെ ജീവിതമാണ്. ഒന്നും മുണ്ടാണ്ടിരി. ചെക്കനപ്പുറത്തിരിപ്പുണ്ട്. ചെക്കനാവൻ ചെക്കനായിരുന്നെങ്കിൽ നാട്ടുകാരെ പിടിച്ചിങ്ങനെ തുണിയില്ലയോ? അവനെ പറ്റ തള്ളയായ നിനക്കെങ്കിലും ഉറപ്പണ്ട അവൻ ചെക്കനാന്ന്. പെൺകുട്ടികളില്ലാന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി എല്ലാരും ഇങ്ങനെ വളർത്തിയത്. എന്നിട്ടും എല്ലാവരും എന്നെ കളിയാക്കണ കണ്ടില്ലേ മുത്തശ്ശി? എന്റെ മോൻ ആൺകുട്ടിയാണെന്ന് ഈ തുറക്കാരെ കൊണ്ട് പറയിപ്പിക്കണം. എന്റെ മോനെ കണ്ട് ഈ തുറയിലെ പെങ്കൊച്ചുങ്ങൾ മോഹിക്കണം. മോനെ ഒരുത്തിയെ മോഹിക്കണം, മോഹിച്ച് കെട്ടണം. അപ്പൊ ഈ കരക്കാര് പറയും രാധാകൃഷ്ണൻ ഒരു ആൺകുട്ടിയാണെന്ന്.
എന്തെങ്ങനെ നോക്കിയിരിക്കണേ? വരണണ്ട നീ. അയ്യോ പോണ താഴത്തേക്ക് പോയി. എന്റെ മോനെ കണ്ട് ഈ തൊരയിലെ പെങ്കുച്ചുങ്ങൾ മോഹിക്കണം. മോനും എത്തിയെ മോഹിക്കണം, മോഹിച്ച് കെട്ടണം. പട്ടം കയറിപ്പോയി. പട്ടം പറപ്പിക്കാനും പറ്റിയില്ല. പോടുന്നു. ഇത് മാലുവിന്റെ മോക്ക മാറും. രാധ എവിടെ? അവിടെ ഇരിപ്പുണ്ട്. നീ എന്നോട് വഴക്കൊന്നും വിചാരിക്കണ്ട. ശാന്തടത്തി പറഞ്ഞപ്പോഴാ ഞാൻ അറിഞ്ഞ പാടെ ഞാൻ അവന്മാർക്കിട്ട് നല്ല പെടയും പഠിച്ചു. ആ കൂട്ടും ഇനിയും വേണ്ടെന്ന് വെച്ചു. നിന്നെ തൊട്ടാ ഞാൻ സഹിക്കൂടാ. ചെറുപ്പത്തിൽ ഇത്തിരി കുറുമ്പ് കാണിച്ചിട്ടുണ്ടെങ്കിലും ഒരുമിച്ച് വളർന്നവരല്ലേടാ നമ്മള്. ശരിക്കും തല്ലി അവന്മാരെ. തല്ലിയാന്നാ ഇനി അവന്മാരെ നിന്റെ നേരെ നോക്കൂല. അവന്മാർക്ക് അത് കിട്ടിയ പോരാ. ആ വായി നോക്കിയാൽ കടപ്പുറത്ത് തൂറായിരിക്കുമ്പോ ഞണ്ടൊന്ന് ഇറുക്കണം. എന്നിട്ട് അവന്മാരെ എന്നെ കുനിഞ്ഞു നോക്കട്ടെ, ആണാണോ പെണ്ണാണോ എന്ന്. അതൊക്കെ പോട്ടെ. മാലു എന്നെ കുറിച്ച് വല്ലതും പറയാറുണ്ടോ? അവർക്കൊക്കെ നല്ല അഭിപ്രായടോ. അപ്പൊ അവക്ക് എന്നെ ഇഷ്ടാണോ? അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. എങ്കിൽ നീ അവളോടൊന്ന് ചോദിക്കടാ, എന്നെ കല്യാണം കഴിക്കാൻ അവക്ക് ഇഷ്ടാണെന്ന്. നീ എന്താടാ ഒന്നും മിണ്ടാത്തത്? അതെങ്ങനെ ശരിയാവാനാ? അല്ല, ഈ തൊറയിൽ ആശാൻ സമ്മതിക്കോ? ആശാൻ സമ്മതിക്കും. ഇനിയിപ്പൊ ആശാൻ സമ്മതിച്ചില്ലെങ്കിലും എനിക്ക് അവളുടെ സമ്മതം മതി. കുമാരൻ ശരിക്കും ആലോചിച്ചെടുത്ത തീരുമാനമാണത്. എന്താ നീ അങ്ങനെ ചോദിച്ചത്? അല്ല, കുമാരന്റെ ഇപ്പോഴത്തെ നില അനുസരിച്ച് അവള് പോരാ. അവളെക്കാളും പണവും സൗന്ദര്യമുള്ളൊരു പെണ്ണു വേണമെന്നാ എന്റെ അഭിപ്രായം. അവളല്ലാതെ വേറൊരു ഭൂലോക സുന്ദരിനെ എനിക്ക് വേണ്ടടാ. എനിക്ക് അവള് മതി. എങ്കിലേ രഹസ്യം ഞാൻ തുറന്നു പറയാം. ഞാനത് പറയുന്നത് ശരിയാണോന്ന് എനിക്കറിയില്ല. ഞാനത് പറയാതിരുന്ന നിങ്ങളുടെ കുടുംബജീവിതം ചിലപ്പോ തകർന്നാലോ. എന്താടാ? മാലു ഒരു മഹാരോഗത്തിന്റെ അടിമയാണ്. മാലുവിന്റെ മുട്ടാലിന്റെ മുകളില് 4 വരട്ടി ചോറിയുണ്ട്.
അത് നീ എങ്ങനെ കണ്ട്? തൊങ്കിച്ചാടി കളിച്ചപ്പോ പിന്നെ എപ്പോഴും ഇങ്ങനെ മാതിക്കൊണ്ട് നടക്കണ മനസ്സിലാവില്ലേ? പകരണം നല്ല അസല് പറട്ടെ ചൊറിയ. കല്യാണം കഴിഞ്ഞാൽ കെട്ടിയോളും കൂടി മാതിക്കൊണ്ട് നടക്കേണ്ടി വരും. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. ഒരു ചൊറിയത്തെ കുമാരന് ഭാര്യയാക്കേണ്ട കാര്യമുണ്ടോ? അല്ല, ആലോചിക്കാൻ കുമാരന് ഇനി സമയമുണ്ട്. അതൊന്നും സാരമില്ല. എന്നെ കെട്ടാൻ അവക്ക് ഇഷ്ടമാണോ നിനക്കൊന്ന് ചോദിക്കാൻ പറ്റുമോ? ആ, ഞാൻ ചോദിക്കാം. പക്ഷെ അവൾ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ പിന്നെ എന്നെ കുറ്റം പറയരുത്. ഇല്ല, നീ ഒന്ന് ചോദിക്ക്. ഉം. എടാ വണ്ടി കയറ്റി കൊണ്ടുപോവാ. അതിൽ ചാള കയറ്റിയാൽ മതി, ചൊറി പിടിക്കാൻ പോണവനെ.